ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു വെറൈറ്റി ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു 500 ചിക്കനാണ് എടുത്തത്. ചിക്കൻ ഒന്നിവിടെ മസാല ആക്കി വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നേരത്തെ പെരുക്കി വെച്ച ചിക്കൻ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ മസാല ആക്കി വെച്ചത് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളകുപൊടി, എന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തതാണ്. ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആ ചിക്കൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് മസാലയും കൂടി ഒന്ന് ചേർത്ത് ചെയ്യാം. അത് കുക്കറൊന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ ആ വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ എടുത്തത്. എന്നിട്ട് നമുക്ക് 2 സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വരുന്നത് വരെ. ഉള്ളി ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നാൽ നല്ലോണം ഒന്ന് ഉള്ളി വാടി കിട്ടും. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ ഉള്ളി ഇവിടെ ഒന്ന് നല്ലോണം ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടാൽ തക്കാളി ഒന്ന് വേഗം നല്ലോണം വാടി കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി ഒന്ന് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ തക്കാളി ഇവിടെ സെറ്റായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളകാണ് എടുത്തത്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ ഞാൻ ഉള്ളിയിലേനു ഉപ്പിട്ടത്. ഇനി നമുക്ക് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങുമേലൊന്ന് മസാല പിടിക്കുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് പരിപ്പ് ഇട്ട് കൊടുക്കാം. പരിപ്പെല്ലാം കൂടി ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില, കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.